നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ചോദ്യം മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആരാണ് ദൈവം? അവൻ എവിടെയാണ്? എന്തുകൊണ്ട് അവൻ ചിലരെ രക്ഷിക്കുന്നു, ചിലരെ അവഗണിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു? നാം ജനിച്ച നാൾ മുതൽ തന്നെ ദൈവത്തെക്കുറിച്ച് കേട്ടാണ് വളരുന്നത്. ദൈവത്തെ ഭയപ്പെടാൻ പഠിപ്പിക്കപ്പെടുന്നു. ദൈവത്തെ കോപിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, ദൈവം ശരിക്കും എന്താണ് ചോദിക്കുന്നത് നമ്മളോട്? നമ്മൾ ദൈവത്തെ ഒരു ശക്തനായ ഭരണാധികാരിയായി കണ്ടു. മുകളിലിരുന്ന് നമ്മെ നോക്കുന്ന ഒരാളായി കണ്ടു. നമ്മുടെ തെറ്റുകൾ കുറിക്കുന്ന ഒരാളായി കണ്ടു. പക്ഷേ സുഹൃത്തുക്കളെ, ദൈവം അങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെ ഉണ്ടാകുമായിരുന്നോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അനീതിയും അക്രമവും ചെയ്യുന്നത് എന്നത് നമ്മൾ കാണുന്ന സത്യമല്ലേ? അപ്പോൾ ചോദിക്കണം, പ്രശ്നം ദൈവത്തിലാണോ അല്ലെങ്കിൽ ദൈവത്തെ നാം മനസ്സിലാക്കുന്ന രീതിയിലാണോ? ദൈവം ഒരു രൂപമാണോ, ഒരു പേരാണോ, ഒരു മതമാണോ, ഒരു പുസ്തകമാണോ? സുഹൃത്തുക്കളെ, രൂപമുള്ളതെല്ലാം തകർന്നുപോകും. പേരുള്ളതെല്ലാം മാറിപ്പോകും. മതങ്ങൾ പോലും മനുഷ്യർ സൃഷ്ടിച്ചതാണ്. പക്ഷേ സത്യം മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, സത്യം അനുഭവിക്കപ്പെടുന്നതാണ്. നീ ഒരു തെറ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ, നീ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതെ നടക്കുമ്പോൾ നിനക്ക് അധികാരമുണ്ടെങ്കിലും നീ വിനയത്തോടെ പെരുമാറുമ്പോൾ അവിടെ ദൈവമില്ലേ? നീ ഒരു കുഞ്ഞിനെ രക്ഷിക്കുമ്പോൾ, ഒരു വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഒരു നിരാശനായ മനുഷ്യനെ ആശ്വസിപ്പിക്കുമ്പോൾ അവിടെ ദൈവം വേറെ എവിടെയാണ്? നമ്മൾ ചോദിക്കുന്നു, എന്റെ ജീവിതത്തിൽ ദൈവം എവിടെയായിരുന്നു എനിക്ക് വേദനയുണ്ടായപ്പോൾ? സുഹൃത്തുക്കളെ, ആ ചോദ്യം ചോദിക്കുന്നതിനു മുമ്പ് നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ്: ആ വേദനയിൽ നിന്ന് പഠിക്കാൻ ദൈവം എന്തവസരം തന്നു? കാരണം ദൈവം നമ്മെ രക്ഷിക്കാൻ മാത്രം വന്ന ശക്തിയല്ല, നമ്മെ വളർത്താൻ വന്ന ശക്തിയാണ്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ അമ്മ കൈ പിടിച്ചു നടത്തും. പക്ഷെ ഒരു നാൾ അമ്മ കൈ വിട്ടു നിൽക്കും. അന്ന് കുഞ്ഞ് വീഴും, വേദനിക്കും. പക്ഷേ അതേ വേദനയിലൂടെയാണ് കുഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നത്. ദൈവവും അതുപോലെയാണ്. എപ്പോഴും നമ്മെ എടുത്തുയർത്തി നടക്കില്ല. ചിലപ്പോഴെങ്കിലും നമ്മെ ഒറ്റയ്ക്ക് വിടും, നമ്മൾ ശക്തരാകാൻ. നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. പക്ഷെ നമ്മൾ സ്വയം ചോദ്യം ചെയ്തിട്ടുണ്ടോ? നീ ശരിയായത് ചെയ്തോ? നീ നീതിയോടെ നിന്നോ? നീ നിന്റെ കഴിവുകൾ പാഴാക്കിയില്ലേ? ദൈവം നിനക്ക് ശ്വാസം തന്നു, ബുദ്ധി തന്നു, ശരീരവും മനസ്സും തന്നു. പിന്നെ നീ എന്തു ചെയ്തു? സുഹൃത്തുക്കളെ, ദൈവം നമ്മുടെ വേണ്ടി എല്ലാം ചെയ്യാൻ വന്നിട്ടില്ല. നമ്മൾ ചെയ്യാനുള്ളത് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. പ്രാർത്ഥന നല്ലതാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ പ്രവർത്തനമില്ലെങ്കിൽ അത് വെറും വാക്കുകളായി മാറും. ദൈവം കേൾക്കുന്ന ഭാഷ വാക്കുകളല്ല, പ്രവർത്തനങ്ങളാണ്. നീ സത്യം പറയുമ്പോൾ, നീ ധൈര്യത്തോടെ തീരുമാനമെടുക്കുമ്പോൾ, നീ അനീതിക്കെതിരെ നിൽക്കുമ്പോൾ അവിടെ ദൈവം നിന്റെ കൂടെയുണ്ട്. നമ്മൾ ദൈവത്തെ ഭയപ്പെടാൻ പഠിച്ചു. പക്ഷേ ദൈവം നമ്മെ ഭയത്തിൽ നിർത്താൻ വന്നിട്ടില്ല, ധൈര്യത്തിൽ നിർത്താൻ വന്നതാണ്. ഭയം നമ്മെ അടിമയാക്കും, ധൈര്യം നമ്മെ സ്വതന്ത്രരാക്കും. അതിനാലാണ് യഥാർത്ഥ ദൈവം നമ്മെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത്, നമ്മെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്നത്, നമ്മെ മനുഷ്യരാക്കുന്നത്. സുഹൃത്തുക്കളെ, ദൈവം പുറത്തല്ല, ദൈവം അകത്താണ്. നീ നിന്റെ മനസ്സാക്ഷിയെ കേൾക്കുന്ന നിമിഷം ദൈവം സംസാരിക്കുന്നു. നീ തെറ്റു ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ ശബ്ദം പറയുന്നു, ഇത് ശരിയല്ല. അതാരാണ്? അത് ദൈവമല്ലാതെ മറ്റാരാണ്? അവസാനമായി ഞാൻ പറയട്ടെ, ദൈവത്തെ തേടി അലയേണ്ട. നീ ശരിയായ മനുഷ്യനാകാൻ ശ്രമിച്ചാൽ മതി. നീ നീതിയുള്ളവനാകുന്ന ദിവസം, നീ കരുണയുള്ളവനാകുന്ന ദിവസം, നീ ഉത്തരവാദിത്തമുള്ളവനാകുന്ന ദിവസം ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കും. അന്ന് ആരും ചോദിക്കില്ല, ആരാണ് ദൈവമെന്ന്. കാരണം ദൈവം നീ തന്നെയാകും നിന്റെ പ്രവൃത്തികളിലൂടെ.